ബേക്കറിയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ബ്രെഡ് പോക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് ഷവർമ. അപ്പോൾ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് രണ്ടെണ്ണം എടുത്ത് ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജസ് എല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് അതിനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ചപ്പാത്തി റോളിംഗ് പിൻ വെച്ചിട്ട് അതിനെ നന്നായിട്ട് ഫ്ലാറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഞാനൊരു ബോട്ടിലിലെ ക്യാപ്പ് വെച്ചിട്ട് അതിനെ നന്നായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ തമ്മിൽ ഒട്ടി നല്ല അടിപൊളിയായിട്ട് വരും. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയണ്ട, നമുക്കത് ആവശ്യമുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ്, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ ലെറ്റ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം ക്യാബേജ് എടുക്കാം. അതിലേക്ക് ഹോം മെയ്ഡ് മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ബ്രെഡെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. എന്നിട്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിനെ നടുക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 ക്യൂട്ട് മിനി പോക്കറ്റ്സ് കിട്ടും. ആ മിനി പോക്കറ്റ്സിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആവശ്യമനുസരിച്ച് നിറച്ചാൽ നമുക്ക് നല്ല മിനി പോക്കറ്റ് ഷവർമ കിട്ടും. ഇനി വേറെ രീതിയിൽ നമുക്കിതിനെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടുക്കൂടി കട്ട് ചെയ്യാതെ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ഓപ്പൺ ചെയ്യുക, ഹാഫായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം മുഴുവനായിട്ട് തുറന്നു വരില്ല. അപ്പോൾ അതിൻ്റെ അകത്തോട്ടും ആവശ്യാനുസരണം ഫില്ലിംഗ് ചെയ്തെടുക്കാം. ഇത് ഒരെണ്ണം മതിയിട്ട് ഒരാൾക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട് ഒരു ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്.